ഞാൻ എൻ്റെ ഉമ്മാക്കൊരു 80 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴാണ് ഉമ്മാനെയും കൊണ്ട് ഹജ്ജിന് പോയത്. നമ്മളെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ ഉമ്മാക്ക് പ്രയാസമാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഉമ്മമാർ നടക്കുമ്പോൾ കുട്ടികളിങ്ങനെ കൈ പിടിച്ചിട്ട് കുട്ടിനെ എടുക്കാൻ വേണ്ടി കുട്ടിനെ എടുത്തിട്ട് നടക്കാൻ ഉമ്മാക്ക് തീരെ കഴിയൂല. അങ്ങനത്തെ സമയത്ത് ഉമ്മാൻ ഹജ്ജിനുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഹജ്ജിന് പോകാൻ വേണ്ടി വിചാരിച്ച ആൾക്കാർ എനിക്ക് സുഖമില്ല, ഊരവേദനയാണ്, പല്ലുവേദനയാണ്, ഒരു വേദനയും ഹജ്ജിന് തടസ്സമല്ല, അള്ളാഹു കാക്കട്ടെ. പക്ഷെ പോകാൻ വിചാരിക്കണം. ഞാൻ ഇന്നാളെ ഒരാൾ തെറ്റി, നല്ല പൈസക്കാരൻ, അത്യാവശ്യം ഒരജ്ജല്ല 10 ഹജ്ജ് ചെയ്യാനുള്ള പൈസ ഉണ്ട്. പക്ഷെ അയാൾ ഹജ്ജിന് പോയിട്ടില്ല. എന്തേ? അയാൾ ആദ്യം മൂപ്പർക്ക് വീടുണ്ടാക്കാൻ തുടങ്ങി. മൂപ്പരെ വീടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ മക്കൾക്ക് വീടുണ്ടാക്കാൻ. ഇപ്പൊ മക്കളെ വീട് കഴിഞ്ഞു, ഇനിയിപ്പൊ മോനിക്കൊരു വീടുണ്ടാക്കണം. അതും കൂടി കഴിഞ്ഞിട്ടാ മൂപ്പര് ഏതിന് പോകാൻ പരിപാടി? നിങ്ങൾ ആലോചിച്ചു, എവിടെയാണ് ദീനില് മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കേണ്ട കടമ? മക്കൾക്ക് വീടുണ്ടാക്കേണ്ടത് അവരല്ലേ, നമ്മളാ. നമുക്ക് പറ്റുമെങ്കിൽ സഹായിച്ചു കൊടുക്കുക, ചെയ്യണ്ടെന്നല്ല. ഇപ്പൊ ഇന്നത്തെ തലമുറയിൽ നമ്മളെ വാപ്പാരൊക്കെ മക്കൾക്കും അടുത്ത മക്കൾക്കും വേണ്ടി ആലോചിക്കുക. നിങ്ങൾക്കൊരു സംഗതി ആക്കണം, വേണമെങ്കിൽ ഹജ്ജിന് പോയിക്കോളെ. നമ്മളെക്കാളൊക്കെ സന്തോഷത്തിൽ മക്കൾ ജീവിക്കൂലേ? നമ്മളെ വാപ്പാരെക്കാട്ടും സുഖത്തിൽ നമ്മൾ ജീവിക്കണുണ്ടോ അല്ലേ? വാപ്പാര് ഞമ്മക്കും കൂടി കണക്കാക്കി ഉണ്ടാക്കിയ വീട് നമ്മൾ പൊളിച്ച് നന്നാക്കിയില്ലേ? നിങ്ങൾ പറയാതെ ഞാൻ അപ്പുറത്തേക്കാണ് പോവില്ല. പൊളിച്ചില്ലേ? പൊളിച്ച് മോഡല് മാറ്റിയില്ലേ? ഒരു കാര്യം വാപ്പാര് മനസ്സിലാക്കുക, നമ്മള് മക്കളെ മക്കൾക്കും വേണ്ടി വീടുണ്ടാക്കിയിട്ട് ഇങ്ങ കേൾക്കണോ, നമ്മൾ മരിച്ചതിന്റെ 3-ാമത്തെ കൊല്ലം ഇതിന്റെ മോഡല് മാറും. അത് ഒരു പൊളിച്ച് വേറുണ്ടാക്കും. ഹജ്ജിന് വേണമെങ്കിൽ പോയിക്കോളി, ഓൾക്ക് വീടുണ്ടാക്കി കുത്തിരിക്കണ്ട. മക്കൾക്കും വേണ്ടി വീട്, മക്കളെ മക്കൾക്ക് വീട്, പിന്നെ അതിന്റെ മക്കൾക്ക് വീട്. ഇത് ഹജ്ജിന് കാത്തു നിൽക്കണോ? ഞാൻ താമസിക്കുന്നത് 40 സെന്റ് സ്ഥലത്താണ്. നിങ്ങളാരും ഒരു സഹായം വേണ്ടിയില്ല, അതിന് പറഞ്ഞതേ. അൽഹംദുലില്ലാ, നല്ല റാഹത്തുള്ള ജീവിതക്കാരനാണ്, അള്ളാഹു ഖൈർ തരട്ടെ. ആ 40 സെന്റ് സ്ഥലത്തിന്റെ ഒരു മൂലക്ക് ഇങ്ങനെ ഒരു 3 സെന്റ് ഉണ്ട്. ഞാൻ ഈ 40 സെന്റ് വാങ്ങുന്ന കാലത്ത് സെന്റിന് 50,000 റുപ്യാണ്. സെന്റിന് 50,000 റുപ്യാണ്. ഇപ്പോ ഞാൻ അതിന് ആ ഭാഗത്തുള്ളൊരു 3 സെന്റ് സ്ഥലം അതെന്റെ അയൽവാസിക്ക് കിട്ടിയാൽ നല്ല ആവശ്യമുണ്ട്. ഇപ്പൊ അത് സെന്റിന് 2 ലക്ഷം കിട്ടും. സെന്റിന് എത്ര കിട്ടും? 2 ലക്ഷം കിട്ടും. അത് 40 വിലക്ക് കിട്ടുമ്പോ 3 സെന്റിനൊക്കെ ആകുമ്പോ എത്ര കിട്ടും? 3 സെന്റ് സ്ഥലം ഞാൻ കൊടുത്താൽ 10 ലക്ഷം ഉറുപ്പിക കിട്ടും. ആ 3 സെന്റാണ് കൊടുത്താൽ ഇപ്പത്തെ രീതിയിൽ സർക്കാരിൽ ഹജ്ജിന് പോകാൻ 4 ലക്ഷം ഉറുപ്പിക ആവും. എനിക്കും ഹജ്ജിന് പോകാം, ഭാര്യക്കും ഹജ്ജിന് പോകാം. ആകെ എത്ര കൊടുത്താൽ മതി? എനിക്ക് ഹജ്ജ് നിർബന്ധമാകുമല്ലേ? നിങ്ങളും ഉണ്ടാകുന്ന നേരത്തെ സെന്റിന്റെ വില പറഞ്ഞപ്പോൾ നിങ്ങൾ കൂടിയാലോ. എനിക്ക് ഹജ്ജ് നിർബന്ധമാകുമല്ലേ? 10 വട്ടം നിർബന്ധമാവും. അതേ സമയത്ത് കൊച്ചി പട്ടണത്തിൽ ഞാൻ പോയി നോക്കുമ്പോ ആകെ ഒരു വീട് എത്ര സെന്റ് സ്ഥലത്താ? 3 സെന്റ് സ്ഥലത്താണ്. ആ വീടും 3 സെന്റ് സ്ഥലവും വിൽക്കാണിച്ചാൽ എന്റെ 40 സെന്റും വീട് വിറ്റാൽ കിട്ടുന്നതിലാണ് കിട്ടും. പക്ഷെ അത് വിറ്റ് അയാൾക്ക് ഹജ്ജ് നിർബന്ധമാകും ഇല്ല. എന്തുകൊണ്ട്? അയാൾ അത് വിറ്റാൽ അയാൾക്ക് താമസിക്കാൻ വീടുണ്ടാവില്ല. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം. അടുത്ത പള്ളിയിലെ വിവരമുള്ള ഒരു ഉസ്താദിനോട് പറയാം, ഉസ്താദെ എന്റെ സ്വത്ത് ഇങ്ങനെയൊക്കെയാണ്, ഇന്നെ മാതിരിയൊക്കെ ഉണ്ട്, എനിക്ക് ഹജ്ജ് നിർബന്ധമാകുമോ ഇല്ലേ എന്ന് അറിയൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഖബറിലേക്കാണ് ചെല്ലുമ്പോ വിവരം അറിയും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നിങ്ങളിങ്ങനെ നോക്കി നമ്മളെ ആഖിറത്തിനെ പറ്റി നമ്മൾ തന്നെ ആലോചിക്കണം. ഇന്നാൾക്കാർ നമ്മളെ നാട്ടില് ചെറുപ്പക്കാരനൊരാൾ മരിച്ചു. അയാൾക്ക് 2 കുട്ടികളാണ്. 2 കുട്ടികളാണ്. അപ്പൊ ആളുകളൊക്കെ പറയാം, പടച്ചോനെ ആ കുട്ടികൾക്ക് ഇനി ആരാണ്? അപ്പൊ വേറെ ആൾക്കാർ പറയാം, ഓന്റെ ഭാര്യ ചെറുപ്പക്കാർക്ക് പെണ്ണ, ആ പെണ്ണിന് ഇനി ആരാ? ആ പെണ്ണിന് ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയാം? അല്ല, നിങ്ങളാണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാതെ അങ്ങനെയല്ലേ നമ്മൾ പറയല്? എല്ലാവരും പറയുന്നത് ഇവിടെ ജീവിക്കുന്നവർക്ക് ആരാന്ന, ഇവനിക്ക് ഖബറിൽ ഇനി ആരാന്ന് ആരെങ്കിലും പറയലുണ്ടോ?
ഉണ്ടോ? പടച്ചോനെ ആ ചെറുപ്പക്കാരൻ മരിച്ചു, ഓനിക്ക് ഖബറിൽ ഇനി ആരാ? അതാരെങ്കിലും പറയോ? ഈ മക്കൾക്ക് ഇവിടെ ആരൊക്കെ ഉണ്ട്? ഈ മക്കൾക്ക് ഇനി ആരെന്ന മക്കൾക്ക് അളാപ്പുണ്ട്, മൂത്താപ്പുണ്ട്, അമ്മായിണ്ട്, ജ്യേഷ്ഠത്തിന്റെ, അയൽവാസികളുടെ മഹല്ല് കമ്മിറ്റി ഉണ്ട്, ICF ഉണ്ട്, മറ്റേ SYS ഉണ്ട്, മുസ്ലിം ജമാഅത്തിന്റെ, എല്ലാവരും ഉണ്ട്. ഖബറിൽ കിടക്കണവനാരാ? നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മളെ ഖബറിലേക്ക് നമ്മൾ ഒരുങ്ങണം. ഇപ്പൊ നമ്മൾ മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു പൊരുത്തപ്പെടിപ്പിക്കലുണ്ടല്ലോ, ഇവിടെ ഇല്ലാതെ അല്ലേ? അല്ലാഹു റബ്ബി, നമ്മളെ മുമ്പിലിരിക്കുന്ന ജനാസ പിലാക്കൊമ്പത്തെ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഈ നാട്ടിൽ കൂടെ ഈസ്റ്റ് വെസ്റ്റ് നടന്നതിന് ആളാണ്. അയാളുമായിട്ട് വാക്കടപാടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. അക്കടപാടുണ്ടെങ്കിൽ മുഹമ്മദാജി, അക്കടപാടുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കണം. എൻ്റെ ഒരു സാധു മൊയ്ലാർ ഇന്നെപ്പോലെ ഒരാൾ പള്ളിയിൽ വന്നു, അയാളോട് ജോലി ഏറ്റെടുക്കുന്ന ഒരാൾ മരിച്ചു. അപ്പൊ അയാളോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, മൂത്ത മകൻ മുഹമ്മദ് അലിയാണ്, അതുകൊണ്ട് ഏറ്റെടുത്തിക്കുന്ന കടപാടുകളൊക്കെ ഇയാൾ കാര്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഹക്കടപാടുകളൊക്കെ പൊരുത്തപ്പെടണം, വാക്കടപാടൊക്കെ പൊരുത്തപ്പെടണം. ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലിയോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു, മുഹമ്മദ് അലി അവൻ തരാനുള്ള പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ലാഹു റബ്ബി, മുഹമ്മദ് അലി തന്നെ ഇവിടെ പൈസ കൊടുക്കാൻ ഇഷ്ടം പോലെ ആർക്കും കർമ്മങ്ങ കൊടുക്കലില്ല. പിന്നെ ഓനെ ബാപ്പാൻ്റെ ഏൽപ്പിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഓൻ തരാള് തന്ന മുഹമ്മദ് അലിനെ കണ്ട് മരിക്കാൻ നിൽക്കണ്ട, അവനാൻ തന്നെ ഒരുങ്ങിക്കോളി, അള്ളാഹു തആല ഖൈറ് തരട്ടെ. മക്കൾക്ക് വീടുണ്ടാക്കിയിട്ട് ആ വീട് പണി പൂർത്തിയാക്കാൻ നിൽക്കാണ്. ഏതിന്? ഹജ്ജിന് പോകാൻ. എന്താണ് മുഅ്മിനീങ്ങളെ നമ്മൾ വിചാരിക്കുക? അങ്ങനത്തെ ഞമ്മക്ക് ഭരണം മാറുമ്പോ പേടിയുണ്ടാവും, മറ്റൊരു വകും പേടിയുണ്ടാവും. അപ്പൊ നമ്മൾ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കാണ്. ഇന്ത്യ മുസ്ലിമുകളെ കാര്യം കുറച്ച് അങ്ങനെ തന്നെയാണ്. മുസ്ലിമീങ്ങൾ എന്ത് തന്നെ ആയാലും ഫലസ്തീനിൽ അല്ലാഹു തആല സമാധാനം തരട്ടെ, ഫലസ്തീനിലും ഈ സമാധാനം തരണേ പടച്ചോനെ. പക്ഷെ അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് എന്തൊരു ഉറപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്തുള്ള മുസ്ലിം രാഷ്ട്രങ്ങളോട് ഒരു ഖേദിച്ചോ ഇതുവരെ? ഫലസ്തീനുകാർ നമ്മളോട് ആർത്തു വിളിച്ചോ, ഇന്ത്യൻ മുസ്ലിങ്ങളെ ഞങ്ങളൊക്കെ ഇസ്ലാമെന്ന് വിടാൻ പോവുകയാണ്, നിങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് പോലും ചോദിച്ചോ? സൗദി അറേബ്യയിലെ മുസ്ലിമീങ്ങളെ നിങ്ങളൊക്കെ ഞങ്ങളെ ഏറ്റെടുക്കണം, ഞങ്ങൾ ഇസ്ലാം വിട്ട് ഇവരെ കൂടെ ചേരാൻ പോകാണെന്ന് പോലും പറഞ്ഞോ? ലോകത്ത് 46 രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഈ വലിയ വലിയ രാജാക്കന്മാരൊക്കെ വിളിച്ചിട്ട് അവര് പറഞ്ഞോ, നിങ്ങൾ ഞങ്ങൾക്ക് കാവൽ നിൽക്കാൻ തയ്യാറുണ്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാമെന്ന് വിടാണെന്ന് പറഞ്ഞോ? ചെറിയ മക്കൾ 6-7 വയസ്സായ കുട്ടികളൊക്കെ അങ്ങനെ എഴുതി വെക്കാം, അനല്യവും ഷഹീദ്, ഇന്നത്തെ ഷഹീദ് ഞാനാണ്, ഇന്നത്തെ ഷഹീദ് ഞാനാണ്. കുട്ടികളൊക്കെ രാവിലെ മൈലാഞ്ചി കൊണ്ട് എഴുതാൻ. നമ്മളെ കുട്ടികളെ പെരുന്നാക്ക് മൈലാഞ്ചി ഇരുന്ന സമയത്ത് പലസ്തീനിലെ കുട്ടികളെ അവരെ കയ്യിലെ മൈലാഞ്ചി കൊണ്ട് എഴുതാൻ അനൽ ഷഹീദ്, ഇന്ന് ബോംബിട്ട് ഷഹീദാകുന്ന ഷഹീദ് ഞാനാണ്. എത്ര ആളുകൾ കൺമുന്നിൽ വെച്ചുകൊണ്ട് ഒരു കുടുംബത്തിലെ 10 ആളുകളെ കൊടുത്തിട്ട് 8 മരിച്ചു. എന്നിട്ട് 2 ആള് ഞാൻ ജൂതന്മാരെ കൂടെ പോകാണെന്ന് പറഞ്ഞു.